നരേന്ദ്രമോദി വന്നതിന് ശേഷം ഇത് മൂന്നാമത്തെ പ്രത്യാക്രമണമാണ്. പാകിസ്ഥാൻ്റെ അവസ്ഥ എന്ന് വെച്ചാൽ പഴയ അവസ്ഥയല്ല. ഇപ്പോൾ അവർക്ക് അമേരിക്കയുടെ പിന്തുണ പഴയ പോലെയില്ല. ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ തന്നെ പാകിസ്ഥാൻ ഒറ്റപ്പെട്ട അവസ്ഥയിലാണ്. പക്ഷേ പാകിസ്ഥാനുള്ള ഒരു ഗുണമെന്ന് വെച്ചാൽ 1 കൊണ്ട് 9 കൊണ്ട് പഠിക്കില്ല എന്നുള്ളതാണ്. അവർ പിന്നെയും ഇങ്ങനെ ചൊറിയാനും മാന്താനും വരും. നമ്മളപ്പോൾ കൈ നിർത്തി ശക്തമായ മറുപടി കൊടുക്കേണ്ടതായിട്ട് വരും. അതാണ് ഉറിക്ക് പ്രത്യാക്രമണം നടത്തിയപ്പോൾ ഉണ്ടായത്, പുൽവാമയ്ക്ക് പ്രത്യാക്രമണം നടത്തിയപ്പോൾ ഉണ്ടായത്, ഇപ്പോൾ പെഹൽഗാമിന് പ്രത്യാക്രമണം നടത്തിയപ്പോൾ ഉണ്ടായിട്ടുള്ളത്. ഇന്ത്യയോട് ഏറ്റുമുട്ടി നിൽക്കാനുള്ള കഴിവോ കപ്പാസിറ്റിയോ ഒന്നും സത്യത്തിൽ പാകിസ്ഥാനില്ല. ശക്തമായ 2 അടി കൊടുത്താൽ പാകിസ്ഥാൻ ഇരുന്നു പോകും. ഇവിടെ വന്ന് ഇതുപോലെ തോന്നിവാസം കാണിച്ചാൽ, തെമ്പാടിത്തരം കാണിച്ചാൽ, തല്ലുള്ളിത്തരം കാണിച്ചാൽ അതിന് അതേ നാണയത്തിൽ തിരിച്ചു കൊടുക്കുക എന്നുള്ളതല്ലാതെ വേറെ യാതൊരു മാർഗവുമില്ല. പാകിസ്ഥാൻകാരായ തീവ്രവാദികൾ ഇവിടെ വന്ന് നിർവിശങ്കം ആളുകളെ വെടിവെച്ച് കൊല്ലുകയും നമ്മളതൊക്കെ കയ്യും കെട്ടി നിന്ന് സഹിക്കുകയും രഘുപതി രാഘവ രാജാറാം പാടുകയും ചെയ്യുന്നൊന്നും ഇനിയുള്ള കാലത്ത് നടക്കില്ല. അടിക്ക് തിരിച്ചടി അല്ലാതെ വേറെ യാതൊരു മാർഗവുമില്ല. പെഹൽഗാമിൽ തികച്ചും നിരപരാധികളായ, ഇന്ത്യ പാകിസ്ഥാൻ വിഷയത്തിൽ ഒരു തരത്തിലും ബന്ധപ്പെടാത്ത 26 പേരെ പാകിസ്ഥാൻ പിന്തുണയോടുകൂടിയ തീവ്രവാദികൾ വെടിവെച്ച് കൊന്നതിൻ്റെ ഒരു പ്രതികാരമെന്നോളം ഇന്ത്യയുടെ വിമാനങ്ങൾ ഇന്ന് പുലർച്ചെ പാകിസ്ഥാനിലും അതുപോലെ പാക് അധിനിവേശ കാശ്മീരിലുമുള്ള തീവ്രവാദ പരിശീലന ക്യാമ്പുകൾ ആക്രമിച്ചു, തകർത്തു, വലിയ ആൾനാശമുണ്ടാക്കി എന്ന വാർത്തയാണ് ഇന്ന് പുലർച്ചെ നമ്മളെ തേടിയെത്തുന്നത്. ഇന്നലെ അർദ്ധരാത്രിക്ക് ശേഷം 1 മണിക്കും 1:25 ഇടയ്ക്കാണ് ഈ ആക്രമണം നടന്നത് എന്ന് സൈന്യം അപ്പോൾ തന്നെ സ്ഥിരീകരിച്ചിരുന്നു. പിന്നീട് പ്രധാനമന്ത്രി അടക്കമുള്ള ആളുകൾ ഇത് കൂടുതൽ ആവേശത്തോടുകൂടി ലോകത്തോട് വിളിച്ചു പറയിച്ചു. അപ്പോൾ രഹസ്യമായി ചെയ്ത ഒരു കാര്യമല്ല, പരസ്യമായി ചെയ്ത കാര്യമാണ്. ഇങ്ങനെ ഒന്നും ഉണ്ടാകും എന്നുള്ളതിൻ്റെ സൂചന നേരത്തെ തന്നെ നൽകിയിരുന്നു. മാത്രമല്ല, നരേന്ദ്രമോദി വന്നതിന് ശേഷം ഇത് മൂന്നാമത്തെ പ്രത്യാക്രമണമാണ്. ആദ്യം ഉറിയിൽ പാകിസ്ഥാൻ പിന്തുണയുള്ള തീവ്രവാദികൾ ആക്രമണം നടത്തിയപ്പോൾ അതിന് അതേ നാണയത്തിൽ തിരിച്ചടി കൊടുത്തു. അതുപോലെ തന്നെ പുൽവാമയിൽ ഈ CRPF ജവാന്മാരെ കൂട്ടക്കൊല ചെയ്ത സംഭവത്തിലും പാകിസ്ഥാനിലെ ബാലാക്കോട്ടിൽ ഇതുപോലെ ആക്രമണം നടത്തിയിരുന്നു. അന്നും പാകിസ്ഥാൻ പറഞ്ഞ് അങ്ങനെ വലിയ ആക്രമണമൊന്നും ഉണ്ടായില്ല, ഇവിടെ ചില മരങ്ങൾക്കും അവയുടെ കൊമ്പിനും ചില്ലയ്ക്കും മാത്രമേ തകരാറ് പറ്റിയിട്ടുള്ളൂ, ആൾനാശമൊന്നുമില്ല എന്നാണ്. പക്ഷേ ഇത്തവണത്തെ ഒരു വ്യത്യാസം എന്ന് വെച്ചാൽ പാകിസ്ഥാൻ തന്നെ സ്ഥിരീകരിച്ചു ഏതാനും പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട്, കുറച്ച് പേർക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട് എന്ന കാര്യം. അതോടൊപ്പം പാകിസ്ഥാൻ ഇന്ത്യയുടെ ചില യുദ്ധവിമാനങ്ങൾ വെടിവെച്ച് വീഴ്ത്തി എന്നും ഒരു അവകാശവാദം ഉന്നയിച്ചിട്ടുണ്ട്. ഏതായാലും ഒരു കാര്യം വ്യക്തമാണ്, ഇന്ത്യ വളരെ ശക്തമായ രീതിയിൽ തിരിച്ചടി നൽകിയിട്ടുണ്ട്. അത് പാകിസ്ഥാനെ നല്ലോണം നോവിച്ചിട്ടുമുണ്ട്. പാകിസ്ഥാൻ്റെ അവസ്ഥ എന്ന് വെച്ചാൽ പഴയ അവസ്ഥയല്ല. ഇപ്പോൾ അവർക്ക് അമേരിക്കയുടെ പിന്തുണ പഴയ പോലെയില്ല. ഇന്ത്യ പാകിസ്ഥാൻ ഒരുപോലെ ഞങ്ങൾക്ക് പ്രിയപ്പെട്ട രാജ്യങ്ങളാണ് എന്ന് ട്രംപ് പറഞ്ഞിട്ട്, പാകിസ്ഥാനോട് ഞങ്ങൾക്ക് കൂടുതൽ പ്രതിപത്തിയുണ്ട്, പാകിസ്ഥാനെ ഞങ്ങൾ ഒക്കത്ത് വെച്ചുകൊണ്ട് നടക്കും എന്ന നിലപാട് ഇപ്പോൾ അമേരിക്കയ്ക്കില്ല. കാരണം അമേരിക്കയ്ക്ക് പാകിസ്ഥാനെ കൊണ്ട് പ്രത്യേകിച്ച് ഒരു പ്രയോജനമില്ല. ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ തന്നെ പാകിസ്ഥാൻ ഒറ്റപ്പെട്ട അവസ്ഥയിലാണ്. അത് നയതന്ത്രപരമായിട്ടുള്ള മേഖലയിലെ കാര്യമാണ്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ അമേരിക്കയായിട്ടും റഷ്യയുമായിട്ടും ഒരേ സമയത്ത് സുഹൃത്ത് ബന്ധം കാത്തു സൂക്ഷിക്കുന്ന രാജ്യമാണ്. UN രക്ഷാസമിതിയിൽ ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രമേയം വന്നാൽ തന്നെ ഇന്ത്യക്ക് അതിനെ നിസ്സാരമായിട്ട് മറികടക്കാവുന്നുള്ളൂ. ഇനിയിപ്പോൾ UN രക്ഷാസമിതിയോ ജനറൽ അസംബ്ലിയോ ഇന്ത്യക്കെതിരെ പ്രമേയം പാസ്സാക്കിയാലും അതിന് വേണമെങ്കിൽ ഇന്ത്യക്കാർക്ക് ധിക്കരിക്കാവുന്നുള്ളൂ. ഇസ്രായേലും മറ്റും അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ നിലയ്ക്ക് അങ്ങനെ ഒരു പ്രമേയമൊന്നും പാസ്സാക്കാനുള്ള സാധ്യതയില്ല. ഇനി പ്രമേയം പാസ്സാക്കിയാലും ആ പ്രമേയത്തിന് അതെതിരെ കടലാസിൻ്റെ വില പോലും ഉണ്ടാകുകയില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ യാഥാർത്ഥ്യം. രണ്ടാമത്, ഇന്ത്യ വലിയൊരു സൈനിക ശക്തിയാണ്. ഇപ്പോഴല്ല, നേരത്തെ മുതൽ അങ്ങനെയാണ്. 1947-48 കാലത്തെ യുദ്ധത്തിൽ ഇന്ത്യക്കായിരുന്നു മേൽക്കൈ. 65 പാകിസ്ഥാൻ വലിയ യുദ്ധം നടത്തിയപ്പോൾ നമ്മൾ അതിനെ ശക്തമായിട്ട് ചേർത്ത് നിന്നു. 71 പാകിസ്ഥാനെ നമ്മൾ രണ്ടാക്കി പിളർത്തി, പാകിസ്ഥാനെ പാകിസ്ഥാനാക്കി എന്നാണ് പറഞ്ഞത്. അത് കഴിഞ്ഞ് കാർഗിലിൽ 1999 ഇതുപോലെ നുഴഞ്ഞുകയറ്റം നടത്തിയപ്പോഴും ചൂട്ട മറുപടി കൊടുത്തു. പക്ഷേ പാകിസ്ഥാനുള്ള ഒരു ഗുണമെന്ന് വെച്ചാൽ 1 കൊണ്ട് 9 കൊണ്ട് പഠിക്കില്ല എന്നുള്ളതാണ്. അവർ പിന്നെയും ഇങ്ങനെ ചൊറിയാനും മാന്താനും വരും. നമ്മളപ്പോൾ കൈ നിർത്തി ശക്തമായ മറുപടി കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഇപ്പോൾ ഇന്ത്യക്കുള്ള ഒരു സൗകര്യം എന്ന് വെച്ചാൽ, ഒന്നാമത് ഇവിടെ ശക്തമായ ഭരണകൂടമുണ്ട്. നേരത്തെ വാജ്പേയി പ്രധാനമന്ത്രി ആയിരിക്കുന്ന സമയത്താണ് പാർലമെൻറ്റ് ആക്രമണം നടത്തിയത്. ഇന്ത്യയുടെ പരമാധികാരത്തിന് നേരെയുള്ളൊരു വെല്ലുവിളിയായിരുന്നു സത്യം പറഞ്ഞാൽ ആ പാർലമെൻറ്റ് ആക്രമണം. കാരണം ആക്രമിച്ചത് ഒരു മാർക്കറ്റല്ല, ഇന്ത്യയുടെ പാർലമെൻറ്റാണ്. അപ്പോൾ ജനാധിപത്യത്തിൻ്റെ ശ്രീകോവിൽ എന്ന് നമ്മൾ പറയുന്ന പാർലമെൻറ്റിന് നേരെ ആക്രമണം നടത്താനുള്ള ധിക്കാരം
അവർ കാണിച്ചു. ഇന്ത്യ ഗവൺമെൻറ് സംയമനം പാലിച്ചു, പ്രത്യാക്രമണം നടത്തിയില്ല. കാരണം വാജ്പേയി സമാധാന പ്രേമിയായിരുന്നു. പിന്നീട് നമുക്കറിയാം മുംബൈ ഭീകരാക്രമണം. ഈ പാകിസ്ഥാനിൽ നിന്ന് 10 തീവ്രവാദികൾ മെഷീൻ ഗണ്ണുകളുമായിട്ട് വന്ന് വഴിയെ പോകുന്നവരൊക്കെ വെടിവെച്ചു. 360ഓളം പേർ കൊല്ലപ്പെട്ടു. 5 ദിവസം ഇത് നീണ്ടു. അപ്പോഴും ഇന്ത്യ ഗവൺമെൻറ് സംയമനം പാലിച്ചു, മിതത്വം പാലിച്ചു. പാകിസ്ഥാനിലേക്ക് ഒരു കടന്നാക്രമണം നടത്താൻ ധൈര്യപ്പെട്ടില്ല. അപ്പോൾ ആ ഒരു കാലത്ത് നിന്ന് നമ്മൾ മാറി. ഇന്ത്യ സൈനിക ശക്തിയാണെന്ന് മാത്രമല്ല, രാഷ്ട്രീയമായി ഇച്ഛാശക്തിയും ഉള്ളൊരു രാഷ്ട്രമാണെന്ന് ഇപ്പോൾ തെളിയിച്ചു. അതാണ് ഉറിക്ക് പ്രത്യാക്രമണം നടത്തിയപ്പോൾ ഉണ്ടായത്, പുൽവാമയ്ക്ക് പ്രത്യാക്രമണം നടത്തിയപ്പോൾ ഉണ്ടായത്, ഇപ്പോൾ പെഹൽഗാമിന് പ്രത്യാക്രമണം നടത്തിയപ്പോഴും ഉണ്ടായിട്ടുള്ളത്. അത് ഈ ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ തന്നെ ഇന്ത്യ ഒരു വലിയ സൈനിക ശക്തിയാണെന്നും എന്തും ചെയ്യാൻ മടിക്കാത്ത ഒരു രാഷ്ട്രമാണ് എന്നുമുള്ള ഒരു പ്രതീതി ഉണ്ടാക്കും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇന്ത്യ ഒരു സാമ്പത്തിക ശക്തിയായിട്ട് വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ യുദ്ധം വേണം, പാകിസ്ഥാനെ യുദ്ധത്തിൽ തോൽപ്പിക്കണം എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട്. അതൊന്നും പ്രായോഗികമായിട്ടുള്ള കാര്യമല്ല, പ്രാവർത്തികമായിട്ടുള്ള കാര്യമല്ല. യുദ്ധം എന്ന് പറഞ്ഞാൽ വലിയ പണച്ചിലവുള്ള കാര്യമാണ്. രാജ്യത്തിൻ്റെ സാമ്പത്തിക വളർച്ചയെ പിന്നോട്ടടിക്കുന്ന ഒരു സംഭവമാണ്. ഇവിടെ ഈ കേരളത്തിലും അല്ലെങ്കിൽ തെക്കേ ഇന്ത്യയിൽ പൊതുവേയും ഇരുന്ന് ഫേസ്ബുക്കിലും സോഷ്യൽ മീഡിയയിലൊക്കെ തള്ളിമറിക്കുന്ന അണ്ണന്മാർക്ക് യഥാർത്ഥത്തിൽ എന്താണ് യുദ്ധം എന്നറിയില്ല. ഇതുണ്ടാക്കുന്ന ആൾനാശം എത്രയാണ്, സ്വത്ത് നാശം എത്രയാണ്, ഇതിനുവേണ്ടി ചെലവിടേണ്ടി വരുന്ന സംഖ്യ എത്രയാണെന്നുള്ളതിനെക്കുറിച്ച് അവർക്ക് യാതൊരു ധാരണയില്ല. ഇന്ത്യയോട് ഏറ്റുമുട്ടി നിൽക്കാനുള്ള കഴിവോ കപ്പാസിറ്റിയോ ഒന്നും സത്യത്തിൽ പാകിസ്ഥാനില്ല. ശക്തമായ 2 അടി കൊടുത്താൽ പാകിസ്ഥാനി ഇരുന്നു പോകും. പക്ഷേ അതിനും നമ്മൾ വലിയ വില കൊടുക്കേണ്ടി വരും. വെറും 12-13 ദിവസം നീണ്ടു നിന്ന യുദ്ധമേ ബംഗ്ലാദേശിലുണ്ടായുള്ളൂ. അതിനും നമ്മുടെ രാജ്യം കോടിക്കണക്കിന് രൂപ അന്നത്തെ കാലത്ത് ചിലവാക്കേണ്ടി വന്നു. രാജ്യത്തിൻ്റെ സാമ്പത്തിക പുരോഗതിയെ പിന്നോട്ടടിച്ച പ്രധാനപ്പെട്ടൊരു സംഭവമായിരുന്നു ഈ ഇന്ദിരാഗാന്ധി ബംഗ്ലാദേശിൽ നടത്തിയ ആക്രമണം. അത് ചെറിയ കാര്യമല്ല. അതിൻ്റെ തൊട്ടടുത്ത 2 വർഷങ്ങളിലും വലിയ വരൾച്ച ഉണ്ടായി. അങ്ങനെയാണ് രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥ ആകെ തകർന്ന് തരിപ്പണായി പോയത്. ഞാനിപ്പോൾ ഈ പഴംപുരാണം പറയുകയല്ല. യുദ്ധമെന്ന് പറഞ്ഞാൽ എപ്പോഴും ചിലവേറിയ ഒരു കാര്യമാണ്. അത് സമ്പദ് വ്യവസ്ഥയെ ബാധിക്കുന്ന കാര്യമാണ്. അത് ഒരു തരത്തിൽ നമുക്ക് താല്പര്യപ്പെട്ട് ചെയ്യേണ്ടതല്ല. നിവൃത്തിയില്ലെങ്കിൽ അത് വേണ്ടി വരും എന്ന് മാത്രമേ ഉള്ളൂ. കാർഗില്ല് നടത്തിയ യുദ്ധമൊക്കെ അതുപോലെയാണ്. പക്ഷേ ഇവിടെ നടന്നിട്ടുള്ളത് ശക്തമായ പ്രത്യാക്രമണമാണ്, കടുത്ത മുന്നറിയിപ്പാണ്. ഇതുപോലെയുള്ള തെമ്മാടിത്തരം ഇനി കാണിച്ചാൽ ഇവിടെ കൊണ്ട് നിൽക്കുകയില്ല എന്ന വ്യക്തമായ സൂചന നൽകിയിട്ട് ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. പാക് അധിനിവേശ കാശ്മീരിൽ ആക്രമണം നടത്തുന്ന പോലെയല്ല പാകിസ്ഥാൻ്റെ അതിർത്തിക്കകത്ത്, പ്രത്യേകിച്ച് പഞ്ചാബിലും അല്ലെങ്കിൽ നോർത്ത് വെസ്റ്റ് ഫ്രോണ്ടിയറിലും ഒക്കെ ആക്രമണം നടത്തുന്നത്. അത് അന്താരാഷ്ട്ര നിയമത്തിൻ്റെ ഒരു ലംഘനം കൂടിയുണ്ട്. പാകിസ്ഥാൻ്റെ പരമാധികാരത്തെയാണ് നമ്മൾ വെല്ലുവിളിക്കുന്നത്. പാകിസ്ഥാൻ്റെ ഭൂപരമായ ഐക്യത്തെയാണ് നമ്മൾ വെല്ലുവിളിച്ചിട്ടുള്ളത്. നെഹ്റുവിൻ്റെ കാലത്താണെങ്കിൽ ഇങ്ങനെ ഒരു കാര്യം നടക്കുമായിരുന്നില്ല. കാരണം നെഹ്റുവിന് ഇൻ്റർനാഷണൽ ലോയൊക്കെ വലിയ ബഹുമാനമുള്ള ആളാണ്. നെഹ്റുവിൻ്റെ കാലത്ത് അല്ല, വാജ്പേയിയുടെ കാലത്താണെങ്കിലും ചെയ്യുമായിരുന്നില്ല. കാരണം വാജ്പേയിക്ക് ഇതൊക്കെ അറിയാവുന്നതാണ്. ഇത് ദേശാന്തരീയ തലത്തിൽ എന്തൊക്കെ തരത്തിലുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും എന്നറിയുന്നവരാണ്. ലാൽ ബഹദൂർ ശാസ്ത്രി ചെയ്തിട്ടുണ്ട്. ഇൻ്റർനാഷണൽ ബോർഡർ ലംഘിച്ച് പാകിസ്ഥാനിലേക്ക് പട്ടാളത്തെ അയച്ചിട്ടുണ്ട് 1965. അന്നത് വളരെ അനിവാര്യമായിരുന്നു. അദ്ദേഹത്തിന് ചെയ്യാൻ കഴിയും. കാരണം അദ്ദേഹത്തിന് ഇൻ്റർനാഷണൽ ലോയെക്കുറിച്ച് വലിയ ധാരണയില്ലായിരുന്നു. അതുകൊണ്ടാണ്. നരേന്ദ്രമോദിക്ക് ധാരണയുണ്ട്, പക്ഷേ പുള്ളി ആ ധാരണ അംഗീകരിക്കാൻ തയ്യാറല്ല. ഇവിടെ വന്ന് ഇതുപോലെ തോന്നിവാസം കാണിച്ചാൽ, തെമ്മാടിത്തരം കാണിച്ചാൽ, തല്ലുള്ളിത്തരം കാണിച്ചാൽ അതിന് അതേ നാണയത്തിൽ തിരിച്ചു കൊടുക്കുക എന്നുള്ളതല്ലാതെ വേറെ യാതൊരു മാർഗവുമില്ല. തീർച്ചയായിട്ടും ഇത് കൃത്യമായ മറുപടിയാണ്, ചുട്ട മറുപടിയാണ് എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. നമ്മുടെ ഭാഗത്ത് ആൾനാശം താരതമ്യേന ഏറ്റവും കുറവാണ്. പാകിസ്ഥാന് കൃത്യമായിട്ടുള്ള മറുപടി കിട്ടുകയും ചെയ്തിരിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ ഇനി അടുത്ത ഘട്ടമുണ്ട്. ഈ പുൽവാമയിൽ ആക്രമണം ഉണ്ടായപ്പോൾ ഇത് സുരക്ഷാ വീഴ്ചയാണ്, ഇതിൻ്റെ ഉത്തരവാദി ഇന്ത്യ ഗവൺമെൻറ്റാണ് എന്ന് നമ്മുടെ നാട്ടിലെ ചില മതേതര നവോത്ഥാന ബുദ്ധിജീവികൾ നിരന്തരമായിട്ട് വാദിച്ചിരുന്നു. ഇതുപോലുള്ള ആക്രമണമൊക്കെ ഏത് രാജ്യത്ത് വേണമെങ്കിൽ നടക്കും. സുരക്ഷാ വീഴ്ച എന്ന് പറയുമ്പോൾ ഇന്ന് കൊച്ചിയിൽ വേണമെങ്കിൽ നടത്താം, അല്ലെങ്കിൽ കോട്ടയത്ത് വേണമെങ്കിൽ നടത്താം. ഒരുങ്ങി പുറപ്പെട്ട് 2-3 പേര് വന്ന് വഴിയെ പോകുന്നവരെ വെടിവെച്ച് കൊല്ലാൻ തുടങ്ങിയാൽ അതിന് സുരക്ഷാ വീഴ്ച എന്ന് പറയാൻ പറ്റില്ല. അത് മറ്റവരുടെ ഭാഗത്തുനിന്നുള്ള വലിയ അക്രമമാണ്. അവിടെ പോലീസിനോ പട്ടാളത്തിനൊക്കെ ചെയ്യാവുന്ന കാര്യങ്ങൾ, പ്രതിരോധിക്കാവുന്ന കാര്യങ്ങൾ വളരെ കുറവാണ്. അപ്പോൾ ആ രീതിയിലാണ് ഇതിനെ കാണേണ്ടത്. അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞിരുന്ന ആളുകൾക്ക് ഇപ്പോൾ അവർക്കും കൂടിയുള്ളൊരു മറുപടിയാണ് ഇതിൻ്റെ അകത്ത് വന്നിട്ടുള്ളത്. പ്രത്യേകിച്ച് കോൺഗ്രസിൻ്റെയും മറ്റുമൊക്കെ പല ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാർ തീരെ നിരുത്തരവാദപരമായ രീതിയിലാണ് ഈ കാര്യത്തിൽ പ്രതികരിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ അവരെല്ലാവരും തന്നെ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ സൈന്യത്തിൻ്റെ വലിയ ആരാധകരെ മാറിയിരിക്കുന്നു എന്നുള്ളതാണ് കൗതുകകരമായിട്ടുള്ളൊരു കാര്യം. പിന്നെ ഇങ്ങനെ അക്രമോത്സുകമായ രീതിയിൽ ദേശീയ വികാരം ആളിക്കത്തിക്കുന്നത് അത് അതാത് കാലത്തെ ഭരണാധികാരികൾ ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. പണ്ട് ഇന്ദിരാഗാന്ധി ചെയ്തിട്ടുണ്ട്. അതിനു മുമ്പ് ജവഹർലാൽ നെഹ്റു ചെയ്തിട്ടുണ്ട്. ഈ ഗോവ പിടിച്ചെടുത്തുകൊണ്ട് തെരഞ്ഞെടുപ്പിന് മുമ്പായിട്ട് ഗോവ ഇന്ത്യയോട് കൂട്ടിച്ചേർത്തുകൊണ്ട് അദ്ദേഹം ചെയ്തിട്ടുണ്ട്.
ഇന്ദിരാഗാന്ധി 1971 ബംഗ്ലാദേശ് ഇന്ത്യയോട് ചേർത്ത് തൊട്ടു പുറകെ വന്ന സംസ്ഥാന നിയമസഭകളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ജയിച്ചിട്ടുണ്ട്. വാജ്പേയിയുടെ സമയത്തും ഉണ്ടായിട്ട് നമുക്കറിയാവുന്ന പോലെ നമ്മുടെ നരേന്ദ്രമോദി പൊതു തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പായിട്ടാണ് ബാലാക്കോട്ടിൽ പ്രത്യാക്രമണം നടത്തിയത്. ഇതും അതുപോലെ വേണമെങ്കിൽ നമുക്ക് വ്യാഖ്യാനിക്കാം. പക്ഷേ ഇത് രാജ്യത്തിൻ്റെ നിലനിൽപ്പിൻ്റെ വിഷയമാണ്. പാകിസ്ഥാൻകാരായ തീവ്രവാദികൾ ഇവിടെ വന്ന് നിർവിശങ്കം ആളുകളെ വെടിവെച്ച് കൊല്ലുകയും നമ്മളതൊക്കെ കയ്യും കെട്ടി നിന്ന് സഹിക്കുകയും രഘുപതി രാഘവ രാജാറാം പാടുകയും ചെയ്യുന്നൊന്നും ഇനിയുള്ള കാലത്ത് നടക്കില്ല. അടിക്ക് തിരിച്ചടി അല്ലാതെ വേറെ യാതൊരു മാർഗവുമില്ല. പിന്നെ അടിക്കുമ്പോൾ അവൻ്റെ പത്തി നോക്കി അടിക്കണം. ഈ മൂർഖൻ പാമ്പിനെ പിടിക്കുമ്പോൾ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്, അതിൻ്റെ വാലിൽ പിടിക്കരുത്. പിടിക്കുകയാണെങ്കിൽ അതിൻ്റെ കഴുത്തിൽ പിടിക്കണം. അല്ലെങ്കിൽ കുഴപ്പമെന്ന് വെച്ചാൽ വാലിൽ പിടിച്ചാൽ ഇത് തിരിഞ്ഞ് കടിക്കും. ഒന്നുകിൽ മൂർഖൻ പാമ്പല്ലേ പാവല്ലേ പോയിക്കോട്ടെ എന്ന് വിചാരിച്ച് നമ്മൾ അത് സഹിക്കണം. അങ്ങനെയാണ് മൻമോഹൻ സിംഗ് ചെയ്തത്, അങ്ങനെയാണ് വാജ്പേയി ചെയ്തത്. ഒരിക്കലും വാലിൽ പിടിക്കരുത്, പൊക്കോട്ടെ എന്ന് വിചാരിച്ചു. നരേന്ദ്രമോദി ചെയ്തത് അങ്ങനെയല്ല, അതിൻ്റെ കഴുത്തിൽ പിടിച്ചു. ഇന്ദിരാഗാന്ധി ചെയ്തതും അത് തന്നെയായിരുന്നു. അപ്പോൾ ഇങ്ങനെ ധീരനും ധിക്കാരിയുമായ ഒരു പ്രധാനമന്ത്രി നമുക്കുണ്ട്. അദ്ദേഹത്തിൻ്റെ ആജ്ഞക്കൊത്ത രീതിയിൽ പ്രവർത്തിക്കാൻ അതിശക്തമായ സൈന്യവും നമുക്കുണ്ട്. ഇതറിയാൻ പാടില്ലാതെയാണ് പാകിസ്ഥാൻ ഈ വക പരിപാടിക്ക് ഇറങ്ങുന്നത്. പാകിസ്ഥാനാണെങ്കിൽ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലാണ്, രാഷ്ട്രീയ അനിശ്ചിതത്വം നിലനിൽക്കുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടിയുടെ നേതാവിനെ ജയിലിലടച്ച് ഒരു തെരഞ്ഞെടുപ്പ് പ്രഹസനം നടത്തിയിട്ടാണ് ഇപ്പോഴത്തെ സർക്കാർ വന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ അവിടെ ഉണ്ട്. അതിൽ നിന്നൊക്കെ ജനങ്ങളുടെ ശ്രദ്ധ തിരിക്കാനാണ് അവർ ഇതുപോലത്തെ ഉടായിപ്പുമായിട്ട് രംഗത്ത് വന്നത്. ഏതായാലും കിട്ടാനുള്ളത് കിട്ടി, ഇനി തോന്നാനുള്ളത് തോന്നുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം.